സിറാജ് സിറാജ് എടാ സിറാജ് അല്ല, ജിറാഫ് ജിറാഫ്. ജിറാഫ്. എന്റെ പൊന്നെ ഇത് നോക്കിയേ, എന്റെ മോനെ ജിറാഫിന്റെ അവിടേക്കാണ് Oh, you punch, you punch. Oh, team up. Oh, you do push up. പുഷപ്പാ ആടാ. You do push up like this. ഇത് മൂന്നെണ്ണം ഒരുമിച്ച് ഒരേ നിരയിൽ നിൽക്കണ. ഒന്ന് ഗർജിച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊളിപ്പൊളിയായിരുന്നല്ലേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ സഫാരി പാർക്കിലോട്ടാണ്. ഏകദേശം നമ്മുടെ സ്ഥലത്ത് നിന്ന് അവിടേക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇന്നലെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. രാവിലെ തന്നെ പുറപ്പെടാണ്. ആദ്യം തന്നെ വണ്ടിക്ക് ഫ്യൂൽ അടിക്കാനാണ് പോണേ. കാരണം M1 കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്യൂൽ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഈ കാണുന്നത് വണ്ടിയുടെ ഫ്യൂൽ സൈഡ് മാറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്ത് പറ്റിയെന്നറിയില്ല, ചിലപ്പോൾ രാവിലത്തെ ഉറക്കപ്പിച്ചുകൊണ്ടായിരിക്കും. ഈ സൈഡിൽ കൊണ്ട് എപ്പോഴും ഓടിക്കുന്ന വണ്ടിയാണ്. അടിപൊളി, എപ്പോഴും ഓടിക്കുന്ന വണ്ടിയാണ്. എന്നിട്ടാണ് അവൻ അങ്ങനെ വണ്ടിയുടെ ഫ്യൂലൊക്കെ അടിച്ച് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ ഡേറ്റ്സ്, ചിപ്സ്, ഈ വക സാധനങ്ങളെല്ലാം മേടിച്ച്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ച് വെക്കും. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴല്ല, UK നമ്മൾ ഈ M1 കൂടെ ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈവേ ഇവിടെ M1. നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേക്ക് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ നമുക്ക് ചായക്കട, ഹോട്ടൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് വഴിയിൽ വണ്ടി നിർത്തി കഴിച്ച് പോകാം. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ M1 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും എക്സിറ്റ് അടിക്കാണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ M1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന കൺട്രി സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകും. ഇങ്ങനെ നമ്മുടെ മുന്നിൽ സൈക്കിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാറൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഓവർടേക്കാൻ പാടുള്ളൂ. കാരണം അവർക്കായിരിക്കുള്ളൂ പ്രയോറിറ്റി. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മൾ സഫാരി പാർക്കിലോട്ട് എത്തിക്കഴിഞ്ഞു. ചെല്ലുമ്പോൾ തന്നെ അവരുടെ ടിക്കറ്റ് കൗണ്ടറുകൾ കാണാം. അവിടെ നമ്മുടെ ടിക്കറ്റെല്ലാം സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറ്റും. ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിന് ഏകദേശം 16 പൗണ്ടേ വന്നുള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടിൽ സൂലൊക്കെ മൃഗങ്ങളെ കൂട്ടിലടച്ചായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൂടെയൊക്കെ ആയിരിക്കും മൃഗങ്ങൾ നിൽക്കുന്നതും നടക്കുന്നതൊക്കെ. നമ്മുടെ വണ്ടി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ അനിമൽസിന്റെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ അത് ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കാണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് പോകണമെങ്കിൽ ഈ സഫാരിയുടെ കാറ്, ട്രക്ക്, വാന് ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് UK ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും ഈ സഫാരി പാർക്ക്.
പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത്, നിങ്ങൾ സഫാരി പാർക്കിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം രാവിലത്തെ സ്ലോട്ട് തന്നെ എടുക്കാൻ നോക്കുക. കാരണം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ലോട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോഴത്തേക്കും ഞങ്ങൾ സഫാരി പാർക്കെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ ക്ലോസ് ആയി താഴെയുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല, ഇതെല്ലാം മിസ്സായി. അപ്പോൾ രാവിലത്തെ ടൈമിംഗ് തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കവർ ചെയ്യാം. നിങ്ങൾ UK നിന്നിട്ട് ഈ സഫാരി പാർക്ക് കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇത്രയും ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ അനിമൽസൊക്കെ ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽസായിട്ട് നിൽക്കുക മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റേയും കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സഫാരി ലോഡ്ജ് ബുക്ക് ചെയ്യാം. സഫാരി പാർക്കിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതും ലോഡ്ജ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. സഫാരി എല്ലാം കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്കിതിനകത്ത് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങൾ ഈ കയറിക്കുന്ന ഷോപ്പിൽ സഫാരി പാർക്കിൻ്റെ ആനിമൽസ്, പിന്നെ അവരുടെ പ്രിന്റഡ് ടീഷർട്ടുകൾ, പിന്നെ കീ ചെയിൻസ്, അതെല്ലാം ഇതിനകത്ത് കിട്ടും.
അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.